ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും കാവ്യ ഫാമിലി വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങൾ ഈ മാസ്കൊക്കെ വെച്ച് ഒരുങ്ങി കെട്ടിയത് എങ്ങോട്ടാന്ന് വെച്ചാൽ ഞങ്ങൾ തിരിച്ച് പാലക്കാട്ടോട്ട് പോവുകയാണ്. എനിക്ക് നിപ്പിൽ വട്ട് കയറുമ്പോൾ എനിക്ക് പാലക്കാട്ടോട്ട് പോവും. അവിടെ നിന്ന് എനിക്ക് ദേഷ്യം വരുമ്പോൾ ഞാൻ ഇങ്ങോട്ട് വരും. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുകയാണ്. ഒരു സ്ഥിരതയില്ലാതെ ഞാൻ ഇങ്ങനെ വർഷം തോറും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കും. 4 മാസം അവിടെ നിന്നാൽ 4 മാസം നമ്മൾ ഇവിടെ എൻ്റെ നാട്ടിൽ നിൽക്കും. അങ്ങനെയാണ് ഒരു രസം. സത്യത്തിൽ എപ്പോഴും നമ്മളൊരു ഫിക്സഡ് പോയിന്റിൽ തന്നെ സ്ഥിരം നിൽക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. എപ്പോൾ വേണമെങ്കിലും എന്ത് യുദ്ധവും നടക്കാം. ഞങ്ങൾ ചങ്ങനാശ്ശേരിയിൽ എത്തിയിട്ടുണ്ട്. അവിടെ ഏതോ ഒരു വലിയൊരു പള്ളിയിൽ നല്ല പെരുന്നാൾ നടപ്പുണ്ട്. അപ്പോൾ അതിൻ്റെ തിരക്കുകളും കാര്യങ്ങളും, റോഡിൽ നല്ല ബ്ലോക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഞങ്ങൾ വരുന്ന ദിവസം എന്ന് പറഞ്ഞാൽ ഇലക്ഷൻ റിസൾട്ട് വരുന്ന ദിവസമാണ്. അപ്പോൾ അതിൻ്റേതായ തിരക്കും നമുക്ക് റോഡിൽ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അവിടെ പള്ളി പെരുന്നാളൊക്കെ നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. നമ്മൾ ചങ്ങനാശ്ശേരി എത്താറായി. ഞങ്ങൾ ഇന്ന് ആകപ്പാടെ മൊത്തം കുളമായിട്ട് ഇറങ്ങിയിരിക്കുന്നത്. ആരെയാണ് കണി കണ്ടതെന്ന് അറിയത്തില്ല. ഞങ്ങൾ നേരിട്ടുള്ള എറണാകുളം ബസ് പിടിക്കാനായിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയത് തന്നെ. പക്ഷേ ഞങ്ങൾ എത്താറായപ്പോഴത്തേന് ഞങ്ങളുടെ ബസ് പോയി. അപ്പോൾ എന്നാ ചെയ്യും? അപ്പോൾ നെക്സ്റ്റ് ബസ്സിന് കയറി അവിടെ ഇവിടെയൊക്കെ ചാടി ഇറങ്ങി പോകേണ്ടതാണ് വന്നത്. ഞങ്ങൾ ചങ്ങനാശ്ശേരി പോയിട്ട് അവിടെ നിന്നാണ് ഞങ്ങൾ തൃശ്ശൂർ ബസ് കയറിയത്. അപ്പോൾ ചങ്ങനാശ്ശേരി വന്നിരുന്നിട്ട് ഒരു ചായയും കടിയൊക്കെ കടിച്ചു. അങ്ങനെ ബസ് വെയിറ്റ് ചെയ്യണം. ചങ്ങനാശ്ശേരി സ്റ്റാൻഡൊക്കെ നന്നാക്കിക്കൊണ്ടിരിക്കുന്നുള്ളൂ. അപ്പം നമ്മളിവിടെ റോഡ് സൈഡിൽ തന്നെ ഇരിക്കേണ്ട വരും ബസ്സിന് വേണ്ടിയിട്ട്. ഇവിടെ അങ്ങനെ ഏത് ടൈമിനാ എങ്ങനെയാണെന്നൊന്നും അറിയത്തില്ല. എന്നിട്ട് ഞങ്ങൾ തൃശ്ശൂർ ബസ് കയറി. ഇതെൻ്റെ അനിയനാണ്, അരുൺ പ്രസാദ് എന്നാണ്, കണ്ണൻ എന്നാണ് ഞങ്ങൾ വീട്ടിൽ വിളിക്കുന്നത്. അങ്ങനെ കണ്ണൻ പകുതി വഴിയിൽ ഇറങ്ങി. എന്നിട്ട് ഞങ്ങളോട് പറഞ്ഞു പൊക്കോ, ടാറ്റ ബേബി സി യു പറഞ്ഞിട്ട് അവൻ്റെ പാട്ടിന് പോയി. അവന് തിരക്കുണ്ട്. അതുകൊണ്ടാണ് ഇന്ന് ആകപ്പാടെ സമയം തെറ്റിയാണ് ബസ് വന്നോണ്ട് സമയം തെറ്റി നമ്മൾ ബസ് കയറിയോണ്ട് അവന് ഇന്ന് പാലക്കാട് വന്നിട്ട് തിരിച്ചു പോകാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു നീ ഒന്ന് ഇറങ്ങിക്കോ, പൊക്കോ, ഞങ്ങൾ പൊക്കോളാം, ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല, ഞങ്ങളിത് ഇന്നലെ തുടങ്ങിയ പരിപാടിയല്ല, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മുങ്ങൽ. അപ്പോൾ ഞങ്ങൾ തന്നെ അങ്ങോട്ട് പോയി. യാത്രയൊക്കെ കണ്ട് മണിക്കൂട്ടിനൊക്കെ ഉറങ്ങുകയും ഒക്കെ അങ്ങനെയൊക്കെ സമയം പോയി. വഴിനീളെയുള്ള കാഴ്ചകളൊക്കെ കണ്ട് നമുക്ക് യാത്രയാകാം. Love me, Matthew? I do. Honestly? Yes. Secretly, but honestly. No more secrets. Here I am, waking up. Here I am, waking up. സത്യത്തിൽ ഞാൻ ആരോടും പറയാതാണ് പോകുന്നത്. ഒരു ജസ്റ്റ് സർപ്രൈസ് കൊടുക്കാം എന്നുള്ള വിചാരത്തിലാണ് ഞങ്ങൾ പോകുന്നത്. തൃശ്ശൂർ KSRTC സ്റ്റാൻഡാണ് ഇത്. ഇനി നമുക്ക് ഓട്ടോ വിളിച്ച് ഏട്ടനടുക്കലോട്ട് പോകാം. നമുക്ക് അവിടെ ചെന്നിട്ട് ഏട്ടൻ്റെ എക്സ്പ്രഷൻ കാണാം. ഓ, ഈ നാശങ്ങൾ വന്നു, ഓ മൈ ഗോഡ്. നമുക്ക് കാണാം ഏട്ടൻ്റെ നോട്ടമൊക്കെ. ഞാൻ പ്രതീക്ഷിച്ചത്ര വന്നില്ല, എന്നാലും മനസ്സിൽ എന്തൊക്കെയോ മിന്നി മാഞ്ഞ പോലെ ഉണ്ടായിരുന്നു ആ മുഖം കാണാനായിട്ട്. നിങ്ങൾ കണ്ടിട്ട് പറയൂ ഗൈസ്. അങ്ങനെ നമ്മൾ വയറ് കാലിയാക്കി വയറ് വാടകയ്ക്ക് എടുത്താണ് ഞങ്ങൾ തൃശ്ശൂർക്ക് എത്തിയത്. വേഗം തന്നെ ഞങ്ങൾ ഹോട്ടലിൽ പോയി. ഞങ്ങൾ മഷ്റൂം ബിരിയാണിയാണ് വാങ്ങിയത്. ഞാൻ ഇത് നോട്ട് ചെയ്ത് വെച്ച ഒരു ബിരിയാണി ആയിരുന്നു. അവിടെ ഞാൻ കണ്ടിരുന്നു മഷ്റൂം ബിരിയാണി, പ്രോൺസ് ബിരിയാണി, ഇതൊക്കെ ഞാൻ കണ്ട് നോട്ട് ചെയ്ത് വെച്ചിട്ട് ഈ പ്രാവശ്യം കയറിയപ്പോൾ ഞാൻ മഷ്റൂം ബിരിയാണി പറഞ്ഞു. അങ്ങനെ വെറുതെയാണ് വെള്ളത്തിൽ വരച്ച വര പോലെയായി ആ മഷ്റൂം ബിരിയാണി. ഒന്നിനും കൊള്ളത്തില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ പോയി ചീത്തയൊക്കെ പറഞ്ഞ് തീറ്റയും കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരു ജ്യൂസൊക്കെ കുടിച്ചിട്ട് മെല്ലെ ഇറങ്ങി കടയിൽ വന്ന് മുതലാളി എന്നുള്ള രീതിയിൽ ഇരുന്ന് വരുന്നവരെയും പോകുന്നവരെയൊക്കെ കണ്ണും കയ്യും ഒക്കെ കാണിച്ച് അവിടെ ഇരുന്നു.
പിന്നെ ഞങ്ങൾ കുറേ കഴിഞ്ഞപ്പോഴത്തേന് ഞാനും മണിക്കുട്ടനും കൂടി ഏട്ടൻ ഇറങ്ങാനായിട്ട് 4 മണിയാവും. അപ്പോഴത്തേന് ഞങ്ങളങ്ങ് വണ്ടിയെ കയറി ഞങ്ങളെന്നാൽ പോവാന്ന് പറഞ്ഞ് ഞങ്ങൾ പോയി. ഇനി അമ്മയ്ക്ക് അച്ഛന് സർപ്രൈസ് കൊടുക്കാനായിട്ടാണ് വരുന്നത്, പക്ഷേ ഒന്നും നടന്നില്ല. അങ്ങനെ ഞങ്ങൾ വാണിയമ്പാറ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് ഞങ്ങൾ ഓട്ടോയ്ക്ക് കയറിയിട്ടാണ് വീട്ടിൽ പോകുന്നത്. Do you love me, Matthew? I do. Honestly? Yes. Secretly, but honestly. No more secrets. Here I am, waking up. Here I am, waking up. അമ്മ സത്യത്തിൽ അറിഞ്ഞില്ലായിരുന്നു. ഇനി അറിഞ്ഞില്ലെന്ന് അറിയത്തില്ല. അത്രയും വാ പൊളിച്ച രീതിയിൽ അല്ല സ്ഥിതിക്ക് എക്സ്പ്രഷൻ ഇട്ടതാണോ ഇല്ലയോ അറിയത്തില്ല. എന്നാലും അമ്മ സർപ്രൈസായി. ഞങ്ങൾ വരുന്ന കാര്യമൊന്നും അറിയത്തില്ലായിരുന്നു. പിന്നെ അച്ഛനെ നമുക്കിന്ന് കിട്ടത്തില്ലല്ലോ. ഇന്ന് വോട്ട് റിസൾട്ടൊക്കെ വരുന്ന ദിവസമാണ്. അപ്പോൾ അച്ഛൻ വഴിക്ക് വന്നപ്പോൾ ഇവൻ ഓടിച്ചെന്ന്. അങ്ങനെ അതവിടെ പൊളിഞ്ഞു. പിന്നെ പാർട്ടിക്കാരുടെ ബഹളമായി, ജയിച്ചതിൻ്റെ പ്രകടനമായി. അങ്ങനെ ഈ വരുന്നതാണ് നമ്മുടെ സ്ഥാനാർത്ഥി ഉണ്ണിയേട്ടനാണ്. ഞങ്ങളുടെ സ്ഥാനാർത്ഥി ഇതേ വരുന്നു ഉണ്ണിയേട്ടൻ. ഇതാണ് കണ്ണമ്പ്രക്കരയുടെ നേതാവ്. അങ്ങനെ ആ പാർട്ടിയും ഘോഷയാത്രയും വെടിക്കെട്ടും പൂരവും ഒക്കെ കണ്ടോട്ട് കുറേ നേരം ഇരുന്ന് അങ്ങനെ അതും സമാപിച്ചു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. സർപ്രൈസ് കൊടുക്കാൻ വന്നിട്ട് ഞാൻ ശശിയായി പോയ പോലെ ആയിപ്പോയി. അപ്പോൾ എല്ലാവർക്കും ഈ കൊച്ചു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ, സീ യു.